നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ നീളെ എന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങവേ UDF അണികളാകെ ആശങ്കയിലാണ്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ മാത്രമേ വയനാട് പരിഗണിക്കാൻ കഴിയൂ എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. അമേഠി കർമ്മമണ്ഡലമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സംസ്ഥാന നേതാക്കളെ വിട്ടിലാക്കി രാഹുൽ ഗാന്ധി മൗനം തുടരുന്നു. അതേസമയം രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം അവതരിപ്പിക്കാൻ കേരള നേതാക്കൾ കാട്ടിയ അമിതാവേശമാണ് വയനാട്ടിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന വിമർശനവും ശക്തമാകുന്നു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരള നേതാക്കൾ തിടുക്കം കാട്ടിയോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുമോ? ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം, അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അണികളാകെ നിരാശയിലാണ്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് വൈകുന്നത് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ആരായാം. ആദ്യം കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. വിഷ്ണു, ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നു. തീരുമാനം ഉടൻ പ്രഖ്യാപിക്കപ്പെടുമെന്ന് കരുതപ്പെടുന്നു. അണികളെല്ലാം ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് ദേശീയ നേതൃത്വം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയവും ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ കേരളത്തിലെ നേതാക്കൾ കാട്ടിയ ഒരു തിടുക്കം, ആ തിടുക്കം വേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത്. താങ്കളുടെ പ്രതികരണം. സാർ, എനിക്ക് തോന്നുന്നത് ഒരു വേറെ ആസ്പെക്റ്റീവ് റച്ചാണ്. ഞാൻ വേറെ ആംഗിളിലാണ് കണ്ടുകിട്ടുന്നത്. എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു 20 വർഷം പുറകിലാണ് പല രീതിയിൽ. അവർ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, ഓരോ വീട്ടിലും പോയി വോട്ട് പിടിക്കുന്ന പരിപാടി. ഇപ്പൊ നമ്മൾ ടെക്നോളജി മാറിയില്ല. ഇപ്പൊ റിലയൻസ് ജിയോ വന്നതിന് ശേഷം ആൾക്കാരുടെ ഇന്ന് ഫോണുണ്ട്, ടെക്നോളജി വന്നു, നെറ്റ് ഉണ്ട്, ടെലിവിഷൻ. ഇപ്പൊ ന്യൂസ് 18 പോപ്പുലർ ചാനൽ. ഗൾഫിലൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ട്. അവൾ ഭയങ്കര പോപ്പുലർ എന്ന് പറഞ്ഞാൽ അതേ കണക്കാണ്. ഇപ്പൊ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടെക്നോളജി മാറി. ഇപ്പൊ വടകരയായിട്ടും വയനാട്ടിലും സദ്യക്കാണോ മുരളീധരനാണോ അതോ പിന്നെ രാഹുൽ ഗാന്ധിയാണോ എന്നുള്ള ഈ ഓപ്ഷനേ സംശയമുള്ളൂ. അത് പ്രശ്നമല്ല. ഇതിപ്പോ ആൾക്കാർ ടെക്നോളജി മാറി. ഇപ്പം കോൺഗ്രസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അവര് ടെക്നോളജി യൂസ് ചെയ്യുന്നു. അവർ യൂസ് ചെയ്ത് അവര് കറക്റ്റായിട്ട് ചെയ്യുന്നു. അവരുടെ നമ്മുടെ സ്കീമിന്റെ കാര്യം പോപ്പുലറായിട്ട് എല്ലാവരും നമ്മളെല്ലാം കാത്തിരുന്നു. ചിലപ്പം ഇതിനു വേണ്ടിയായിരിക്കും. പക്ഷെ സ്കീം കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് പറ്റും. അവർ കള്ളത്തരമായിട്ടൊന്നും ചെയ്തില്ല. വേണമെങ്കിൽ 2 ലക്ഷം രൂപയും കൊടുക്കാമെന്ന് പറയായിരുന്നു അവർക്ക്. അവർ സ്പെസിഫിക് ആയിട്ട് പറ്റുന്ന കാര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വേറൊരു കാര്യം ഞാൻ അൺബേസ്ഡ് ആയിട്ട് പറയാം. മോദി പറഞ്ഞത് 15 ലക്ഷം എല്ലാവരുടെ അക്കൗണ്ടിൽ ഇടാവുന്നതല്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് പോയ പൈസ എല്ലാം നോക്കുവാണെങ്കിൽ അതെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് 125 കോടി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം കാണുമെന്നാണ് പറഞ്ഞത്. അതാണ് സത്യം. അതാണ് സാർ പറയാനുള്ളത്. നന്ദി. പ്രതികരിച്ചതിന് കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. അരുൺ, എന്തായാലും ഈ ദക്ഷിണേന്ത്യയിൽ പാർട്ടിയധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകണമെന്ന വികാരം അത് തമിഴ്നാടിനുണ്ട്, കർണാടകത്തിനുണ്ട്, ആന്ധ്രയ്ക്കുണ്ട്. അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഇത്തരമൊരു ആഗ്രഹം വെച്ച് പുലർത്തുന്നുണ്ട്. കേരളവും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ആ പ്രഖ്യാപനം വൈകുന്നു. അത് ഏതെങ്കിലും തരത്തിൽ UDFനെ ബാധിക്കുമോ? ഇവിടെ കേരളത്തിലെ നേതാക്കൾ കാട്ടിയ ഒരു തിടുക്കം, അത് ആ ഒരു തിടുക്കം ആവശ്യമുണ്ടായിരുന്നതാണോ? ആ തിടുക്കം ഏതെങ്കിലും തരത്തിൽ മൊത്തത്തിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? സാറേ, അത് ഒരിക്കൽ പോലും കോൺഗ്രസിനെ ബാധിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ നേതാക്കൾ അത്രയും കൂടുതൽ തിടുക്കം കാണിക്കരുതായിരുന്നു. കാരണം പുള്ളിയുടെ ശരിയായിട്ടുള്ള ആ മറുപടി അറിഞ്ഞതിന് ശേഷം മാത്രമേ പബ്ലിസിറ്റി ചെയ്യാമായിരുന്നു. പുള്ളി വരും എന്നുള്ളത് ശരിയായിരിക്കും. പുള്ളി തീർച്ചയായിട്ടും വരും. പിന്നെ ഈ അമേഠിയിൽ പുള്ളി അവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് പേടിച്ചോടും എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം അവിടുന്ന് പുള്ളി ഒരിക്കൽ പോലും തോക്കത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിന്റെ ഭൂരിപക്ഷം നോക്കുവാണെങ്കിൽ ഒന്നിൽ ഭൂരിപക്ഷം ഇച്ചിരി കുറയോ എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂടത്തേ ഉള്ളൂ. പിന്നെ കുറയും എന്ന് പറയാൻ യാതൊരു ചാൻസും ഇല്ല. 2, BJP അവിടെ ഏറ്റെടുക്കുവാണ്. രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്ന പറഞ്ഞ പരിപാടിയുണ്ട്.
ഈ BJPയും മാർക്സിസ്റ്റും എന്തിനാ ഇതിന് ബജാറാവുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രാജീവ് ഗാന്ധി വന്നെങ്കിൽ വന്നു, നിന്നെങ്കിൽ നിന്നു, ജയിച്ചെങ്കിൽ ജയിച്ചു, ജയിക്കട്ടെ. ഒരാൾ നിന്ന് ജയിക്കട്ടെ. ഇവരെന്തിനാ പേടിക്കുന്നേ? മൗലിക അവകാശമല്ലയോ? പുള്ളിക്ക് എവിടെ നിന്നാലും മത്സരിക്കാനുള്ള എന്തിന് ഇവർ തിളക്കം കാണിക്കുന്നു? ഇവരെന്തിനു ബുദ്ധിമുട്ടുന്നു എന്നാ ചോദിക്കുന്നത്. ഇതാണ് എന്റെ ചോദ്യം. അത് തോറ്റു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി തോക്കുന്ന ഇവർക്ക് എന്ത് കഷ്ടപ്പെടുന്നത്? ഇവരെ ആർക്കും എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ തോക്കുകയും ജയിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിന് ഇവർക്ക് ഒരിക്കൽ പോലും അതിന് ബജാറാവേണ്ട യാതൊരു കാര്യങ്ങളിലും എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ. വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ നാണു, അമേഠിയാണ് തൻ്റെ കർമ്മമണ്ഡലമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുന്നു. അതൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി അത് പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ തന്നെ രണ്ടാമതൊരു മണ്ഡലം കൂടി തിരഞ്ഞെടുക്കാൻ മത്സരിക്കാനുള്ള അതിൻ്റെ അർഹതയും അദ്ദേഹത്തിനുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് വയനാട് മത്സരിക്കാൻ ഉള്ളൊരു സാധ്യത ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനം വൈകുന്നു. അത് വരുന്ന മണിക്കൂറുകളിൽ ആ ഒരു പ്രഖ്യാപനം വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല സാർ. കാരണം ഇടതുപക്ഷത്തിന്റെ ശക്തിയായ പിൻബലം അവിടുന്ന് ദേശീയ തലത്തിൽ നിന്ന് ഇടതുപക്ഷം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത് കാരണം അതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുന്നത് വെച്ചാൽ, അഥവാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വീക്കായ ഒരു സംസ്ഥാനങ്ങൾ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ട് കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതാണെങ്കിൽ പശ്ചിമ ബംഗാളിലല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? അവിടെയല്ലേ കേരളത്തിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് വീക്ക്? അതല്ലേ സാർ ശരി? അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാടകമാണ്. ഇടതുപക്ഷം വിടില്ല. പശ്ചിമ ബംഗാൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമല്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള താല്പര്യത്തെ കുറിച്ചാണ്. കോൺഗ്രസ് വീക്കായ സംസ്ഥാനമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് വീക്കായ ഇടത്തിൽ രാഹുൽ ഗാന്ധി നിന്നതുകൊണ്ട് മുന്നോട്ട് വരുമെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്നത് ബംഗാളിലാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഇനി എവിടെ തന്നെ നിന്നാലും ഇന്നത്തെ ഈ NDA മുന്നേറ്റത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ ഇന്ത്യയിൽ സാധ്യമല്ല. ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ പറയും പോലെയൊന്നല്ല. കേരള സംസ്ഥാനങ്ങളിലൊക്കെ NDAയുടെ മുന്നേറ്റം തേരോട്ടാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മെയ് 23 മനസ്സിലാവും. ശരി. വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. അട്ടപ്പാടിയിൽ നിന്നും മുത്തുലാൽ, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? പ്രത്യേകിച്ചും ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. വയനാട് രാഹുൽ മത്സരിക്കും. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയൊക്കെ ഈ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണക്കുകൂട്ടലൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുമെല്ലാം മുൻകൂട്ടി കാണുന്നുമുണ്ട്. പക്ഷേ ഇത്തരം ഒരു തീരുമാനം വൈകുന്നു. ഇവിടെ തീരുമാനം വൈകുന്നതിനൊപ്പം കേരളത്തിലെ നേതാക്കൾ ആകാംക്ഷയിലും പ്രതിസന്ധിയിലുമാണ്. മുന്നേ കൂട്ടി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തി, പക്ഷേ പ്രഖ്യാപനം വൈകുന്നു. അതെല്ലാം മൊത്തത്തിൽ ബാധിക്കുമോ എന്നൊരു ആശങ്ക നേതാക്കൾക്കിടയിലുമുണ്ട്. അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും സാറേ, അത് ബാധിക്കേണ്ടെന്ന് കാരണം എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചോളം ഇടതുപക്ഷം എന്നും മുൻതൂക്കമായി നിൽക്കുന്ന ഒരു നാടായതുകൊണ്ടും അതേപോലെ UDF ഇനിയും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ കേരളത്തിൽ നിന്നും ഒരുപാട് സീറ്റ് കിട്ടില്ല എന്നുള്ള ധാരണകളും രാഹുൽ ഗാന്ധി എന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കേരളം പോലുള്ള വയനാട് പോലൊരു ഭാഗത്തോട്ട് കൊടുത്ത് മത്സരിപ്പിക്കാനുള്ള ഒരു എടുത്ത തീരുമാനം തികച്ചും കോൺഗ്രസിന്റെ എത്രയോ അധിപതിച്ചു പോയ ഒരു കണക്കൂട്ടലെന്ന് മാത്രമേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും ഒരു വോട്ടർ എന്ന നിലയിലും എനിക്ക് കാണാൻ കഴിയുള്ളൂ. അത് നേരെ മറിച്ച് അതിനെക്കുറിച്ച് വരുമ്പോൾ എത്രയോ രാജ്യം, അത് അമേഠിയയിൽ വരെ മത്സരിക്കാൻ പോലും കഴിക്കാതെ കേരളത്തിലോട്ട് വന്നിട്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിലോട്ട് നിന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കൂടിയ ഒരു കെട്ടുറപ്പിന്റെ ഭാഗമായിട്ട് അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഇന്ന് വയനാട്ടിൽ വന്ന് മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വോട്ടർമാരെയും അതേപോലത്തെ ഇവിടെ ജനങ്ങളെയും അതേപോലെ ഇപ്പോൾ ഇന്ന് തന്നെ മനസ്സിലായി. കാരണം ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വരെ ഒരുപാട് എന്താ പറയാ തീരുമാനമാകാത്ത ഒരു രീതിയിലാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ആകാത്ത ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ഇതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശരി. അട്ടപ്പാടിയിൽ നിന്നും മുത്തുലാൽ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകുക. എറണാകുളത്ത് നിന്ന് സന്തോഷ് എന്ന പ്രേക്ഷകൻ. ശ്രീ സന്തോഷ്, ഇവിടെ ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സംസ്ഥാന നേതാക്കളെ വെട്ടിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മൗനം. ആ മൗനം എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നതും. പക്ഷേ ഇവിടെ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന നേതാക്കളാണ്. മുൻകൂട്ടി കണ്ട് അവരൊരു പ്രഖ്യാപനം നടത്തി രാഹുൽ വയനാട്ടിലേക്ക് വരുന്നു. അത് കേരളത്തിൽ കൂടുതൽ ആവേശം
അണികൾക്കുണ്ടാകും, കൂടുതൽ സീറ്റുകൾ ലഭിക്കും. അങ്ങനെ ഒരു വലിയ ആവേശം അണികൾക്ക് ഇടയിലേക്ക് ഈ നേതാക്കൾ പകർന്നു നൽകുകയും ചെയ്തു. അത് വിനയായി മാറിയോ? കേൾക്കാമോ സന്തോഷ്? കേൾക്കാം സാർ. എന്താണ് സന്തോഷിന്റെ നിലപാട്? മറുപടി ഇത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തന്നെ വരാനാണ് 99% സാധ്യത. പിന്നെ പക്ഷേ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നു. അത് മൊത്തത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? അത് BJP അടക്കമുള്ള കക്ഷികൾക്ക് കൂടുതൽ വിമർശനം നടത്താനുള്ളൊരു സമയം കൂടി ഇതുകൊണ്ട് വൈകുന്നത് കൊണ്ട് ഉണ്ടാകുകയാണ്. ഇത് BJP അടക്കമുള്ള BJP ആണെന്നുണ്ടെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിലും ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട് സാർ. ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് സാർ. ശരി, നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. രാജൻ പെരിങ്ങോട്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എന്താണ് താങ്കൾ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, അത് വൈകുന്നതുമായി ബന്ധപ്പെട്ട് കേരള നേതാക്കൾ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? രാജീവ് ഗാന്ധിയെ പോലെ ഇത്രയും എഫിഷ്യന്റ് ആയ ഒരു വ്യക്തി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. ഇത് വെറുതെ KPCC പ്രസിഡന്റ്, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ AICC സെക്രട്ടറി എന്നുള്ള ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകളെ കേരള ജനതയെ കബളിപ്പിക്കുക എന്നല്ലാണ്ട് ഇതിൽ വേറെ യാതൊന്നുമില്ല സാറേ. കാരണം രാജീവ് ഗാന്ധിയെ പോലെ ഇത്രയും എന്താ പറയുക ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തി കേരളം പോലെയുള്ള കൊച്ചു സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നുള്ളതിന് ഇതെന്താ വെറുതെ കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ വ്യക്തി കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കുറെ വോട്ടുകൾ കിട്ടുമെന്നുള്ള എന്താ പറയുക ഒരു വിധം നാടകം കളിക്കാന്നാണ് ഞാൻ എന്റെ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. അത് വെറുതെ ഇവിടെ രാഹുൽ ഗാന്ധി പോലും തീരുമാനം എടുത്തിട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് പോലും ഉറപ്പില്ല, രാഹുൽ ഗാന്ധി പോലും ഒരാളോട് പറഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ PC ചാക്കോ പോലും പറയുന്നു. 2 ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞിരുന്നല്ലോ. ഹലോ, ശരി, നന്ദി. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ വെറൊരു പ്രഹസനം എന്ന് മാത്രം കേരള ജനതയെ പറ്റിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. പെരിങ്ങോട് നിന്ന് രാജൻ എന്ന പ്രേക്ഷകൻ. നെടുമങ്ങാട് നിന്ന് രവീന്ദ്രൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ രവീന്ദ്രൻ, അല്പം മുമ്പ് ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇത് നേതാക്കൾ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചു കണ്ടത്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് യഥാർത്ഥം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ആകെ ചത്ത കുതിര പോലെ കിടക്കുകയാണ്. ചത്ത് കിടക്കുന്ന കുതിരയ്ക്ക് സമമാണ്. കാരണം യാതൊരുവിധ മുന്നേറ്റവും നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മുന്നേറാൻ ഒന്നുമില്ലാതെ ഒന്നിനൊന്ന് ഉള്ള കൂടെ കളയുന്നതിന് വേണ്ടി തമ്മിലടിച്ച് അടിച്ച് പിടിച്ച് ഡൽഹി പോയി കിടന്ന് സീറ്റ് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് നമ്മൾ കുറെ നാളുകൊണ്ട് കാണുകയാണ്. അപ്പൊ ഇതിന് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇത് വരുത്തണം. അത് വരുത്തണമെങ്കിൽ ഇങ്ങനെ ഒരു കളി കളിക്കണം. അതിന് ഉമ്മൻചാണ്ടിയുടെ ബുദ്ധി ഉപയോഗിച്ചാണ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയൊക്കെ കൂടെ ചേർന്ന് ഒരു ബുദ്ധി ഉപയോഗിച്ചാണ്. രാഹുൽ ഗാന്ധി ഒരിക്കലും കേരളത്തിൽ വരില്ല. കേരളത്തിൽ വരില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് 20 MP ഇടതുപക്ഷത്തിന് 15, UDFന് 5, 20 പേരും ജയിച്ചു പോയെന്നിരിക്കട്ടെ. ഈ 20 പേരും മതേതര മുന്നണിക്കാണ് വോട്ട് ചെയ്യുന്നത് പാർലമെന്റിൽ. അത് ഏത് ആളും പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള അല്ല വിഷയം. മതേതര മുന്നണി BJP എതിർക്കുന്ന കക്ഷിയാണ്. ഏറ്റവും കൂടുതൽ BJP എതിർക്കുന്നത് CPM ആണ്. ആ CPMന് വേരോട്ടമുള്ള അതുപോലെ തന്നെ UDFും ചേർന്ന് 20 സീറ്റിൽ 20ഉം 2 മുന്നണിയിൽ നിന്ന് പോയാലും അത് മതേതര മുന്നണിക്ക് പോയുള്ളതാണ്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല രാഹുൽ ഗാന്ധി. ഇവിടെ ഒരു മരത്തലയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടെ കിടന്ന് കോലാഹലം കാണിക്കുന്നതാണ്. അല്ല ഒരു കാര്യവുമില്ല. അയാൾ ഒരിക്കലും ഇവിടെ മത്സരിക്കാനും പോകുന്നില്ല. മത്സരിക്കാനുള്ള അവസ്ഥ മറ്റുള്ളവർ കൊടുക്കില്ല. കാരണം ഇവിടെ വന്ന് മത്സരിക്കാനുള്ള സ്ഥിതി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ നിന്ന് നാളെ 15 ഇടതുപക്ഷക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? ഇവിടെ വന്ന് CPMന് എതിർത്തിട്ട് അവിടെ ചെന്ന് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടികളെ ഇവർ സമ്മതിക്കൂ? അത് മനസ്സിലാക്കാനുള്ള കഴിവ് ശ്രീ രവീന്ദ്രൻ, പഴയ ചരിത്രങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടാകും. UPA കാലത്ത് പിന്തുണ പിൻവലിച്ചതടക്കമുള്ള കാര്യങ്ങൾ അത് അവര് കാണിച്ച ഞാൻ ചോദിക്കുക. 1ാം UPA കാലത്ത് 64 MP ഇടതുപക്ഷത്തിന്റെ പിന്തുണയിലാണ് അധികാരത്തിൽ വന്നത്. അന്ന് ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു. ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന എങ്ങനെ അവരെ ഇഷ്ടത്തിന് കൊണ്ടുവന്നല്ല, ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അതുപോലെ 3ഓ 4ഓ ക്യാബിനറ്റ് മന്ത്രിമാരെ കൊടുക്കാന്ന് പറഞ്ഞല്ലോ CPMന് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യിച്ചു. ആ 5 വർഷം സുഗമമായി നടത്തി. ഒരു പൈസ അഴിമതി നടത്താൻ കുറവുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുന്നു. ശ്രീ രവീന്ദ്രൻ, നന്ദി പ്രതികരിച്ചതിന്. അബ്ദുൽ സലാം മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ അബ്ദുൽ സലാം, ഇവിടെ മറ്റൊന്നും സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കൾ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നാണ് അല്പം മുമ്പ് സംസാരിച്ച പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയത്.
പല കാര്യങ്ങൾ ഇത്തരം ന്യായങ്ങൾ കണ്ടെത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. താങ്കളുടെ നിലപാട്? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ രാഹുൽ ഗാന്ധി വന്നാലാണ് ഇവിടുത്തെ സീറ്റുകൾ കിട്ടുകയുള്ളൂ. ഇവർക്ക് ഇവിടെ ഈ ചെന്നിത്തലയ്ക്കും നമ്മുടെ മുല്ലപ്പള്ളിക്കും രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധി വന്നാൽ മാത്രമാണ് ജയിക്കുള്ളൂ എന്നുള്ള ഇവരുടെ വാശി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. തുടരാം. രണ്ട്, രാഹുൽ ഗാന്ധി BJPക്ക് വാക്ക് ഓവർ പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് മത്സരിക്കണം? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവരെ നിഷ്പ്രയാസം ജയിക്കാൻ വിട്ടിട്ടാണോ ഈ ഷുവറായ സീറ്റിൽ മന്നേന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിയാണോ? ശരി, നന്ദി. മൂവാറ്റുപുഴയിൽ നിന്നും അബ്ദുൾ സലാം എന്ന പ്രേക്ഷകൻ. ചെന്നൈയിൽ നിന്നും ശശിധരൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ശശിധരൻ, ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്, അത് വൈകുന്നത് സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ നിലപാട് വ്യക്തമാണ്. രാജീവ് ഗാന്ധി ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ എവിടെ നിന്നും മത്സരിക്കാനുള്ള അവകാശവും രാഹുൽ ഗാന്ധിക്കുണ്ട്. എന്നാൽ അതോടൊപ്പം രാജീവ് ഗാന്ധി ഒരു കാര്യം വ്യക്തമാക്കണം. കേരളത്തിൽ നിന്നും ജയിച്ചു പോകുന്ന ഇടതുപക്ഷ MP-മാർ ആരും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് വ്യക്തമാക്കണം. ഇപ്പോൾ വയനാടിൽ നിന്ന് മത്സരിക്കുന്ന CPI കാൻഡിഡേറ്റ് തോൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് രാജീവ് ഗാന്ധിക്കുള്ള നേട്ടം? ഇതും വ്യക്തമാക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും വേറെ വേലയൊന്നുമില്ല. ഓരോ തൊഴിലുകളുമായിട്ട് ഇങ്ങനെ നടക്കാണ്. അവർ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ കണ്ട് ഇതിനകത്ത് യാതൊരു സത്യവുമില്ല, യാതൊരു നീതിയുമില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. നന്ദി. പ്രതികരിച്ചതിന് ചെന്നൈയിൽ നിന്നും ശശിധരൻ എന്ന പ്രേക്ഷകൻ. കൂടുതൽ പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കും എന്നുള്ളൊരു പ്രേക്ഷകനാണ് ഇനി ചേരുന്നത്, ജോർജ്. ശ്രീ ജോർജ്, വയനാട് പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്തരമൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്താകുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ആശങ്ക. കാരണം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ മൗനം പാലിക്കുന്നു. കേരള നേതാക്കളാകട്ടെ വല്ലാത്ത തിടുക്കം ഇതിൽ നേരത്തെ കൂട്ടി കാട്ടുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിലൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് താങ്കൾ വയനാടുകാരന് കൂടിയാണല്ലോ, എന്താണ് മൊത്തത്തിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ? ഇവിടെ വയനാടിനെ സംബന്ധിച്ച് എല്ലാവരും പ്രതീക്ഷയിലാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കണം തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായത്തെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് ഇപ്പോൾ നീ മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, ഇത് കുറച്ച് ഈ കേരളത്തിലെ നേതാക്കൾ ആണല്ലോ ഇത്തരം ഒരു കാര്യം പറഞ്ഞത്, വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത്. അവർ വേഗത്തിൽ ഇത്തരം തിടുക്കത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അണികൾക്കൊരു പ്രതിഷേധം ഉണ്ടാവും. അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇലക്ഷനെ ബാധിക്കും. അതുകൊണ്ട് കുറച്ച് തിടുക്കം കൂടിപ്പോയി തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, നന്ദി. വയനാട് നിന്ന് ജോർജ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. കേരള നേതാക്കൾ തിടുക്കം കാട്ടിയെന്നാണ് പറയുന്നത് അദ്ദേഹം. കൊല്ലത്ത് നിന്ന് ജൈനി എന്ന പ്രേക്ഷകർക്ക് പോകാം. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാലും നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ശരിയാണോ? പൊതുവായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ എതിർക്കുന്നത് BJP ആണ്. അപ്പൊ ആ BJP എതിർക്കണമെന്നുണ്ടെങ്കിൽ 20 സീറ്റ് മാത്രം ഉള്ള കേരളത്തിൽ വന്ന് എതിർത്തിട്ട് നമുക്ക് എന്ത് സാധ്യതയാണുള്ളത്? അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കർണാടകയോ തമിഴ്നാടോ പോലുള്ള ഒരു സംസ്ഥാനത്ത് നോക്കാമായിരുന്നു. വയനാട് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തിയാണ് എന്നുകൂടി ന്യായം കൂടി വരുന്നുണ്ട്. ആ ഒരു ന്യായം നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം തമിഴ്നാട്ടിലെ അല്ലെ കർണാടകത്തിലെ ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കാരണം കേരളത്തില് റിസോർട്ട് രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കുറച്ചുകൂടി പക്വത ഈ KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകണമായിരുന്നു. ഈ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ 20 സീറ്റ് രാഹുൽ ഇവിടെ വന്നു നിന്നാൽ ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് സാധ്യമാണോ? കേരളത്തിലെ നേതാക്കൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കൾ അത്തരം ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്നതിൽ എന്താണ് തെറ്റ്? ആ തെറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം
ഇവിടെ ഒന്നും അല്ലാതാകുന്നു എന്നുള്ളതാണ് അതിന് ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം. കാരണം കോൺഗ്രസിന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, ജനങ്ങളോട് പറയാനില്ല, പറഞ്ഞ് വോട്ട് പിടിക്കാനില്ലാത്തതിന്റെ ഒറ്റ ഒരു കാര്യമാണ് രാഹുൽ വന്നാൽ 20 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കേരളത്തിലെ ജനങ്ങൾ വേറെ ഒരു കാര്യം ഇവർ പറഞ്ഞാൽ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഇപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടൂന്ന് ഈ പെൺകുട്ടികളുടെ തിരോധാനമായിട്ടുള്ള വിഷയം മാത്രം. ശരി, നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. മസ്കറ്റിൽ നിന്നും അബു, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ പ്രചരണ രംഗം എല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ അത് കൂടുതൽ സജീവമാകും. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വിമർശനങ്ങളുമെല്ലാം കൃത്യമായി വരികയും ചെയ്യുന്നുണ്ട്. നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഇരുകൈയും നീട്ടി നമ്മൾ കേരളം സ്വീകരിക്കുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം, തുടരാം. രാഹുൽ ഗാന്ധിയെ ഇരുകൈയും നീട്ടി നമ്മൾ കേരളം വെൽക്കം ചെയ്യാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിൽ ഏറ്റവും കൂടുതൽ വിറല് പൂണ്ട് നിൽക്കുന്നത് CPM ആണ്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാന്നുണ്ടെങ്കിൽ CPM-ന്റെ മേൽഘടകം CPM-ന്റെ സ്ഥാനാർത്ഥി അവിടുന്ന് പിൻവലിക്കാനുള്ള ഉത്തരവിടും. അപ്പൊ അതിന്റെ വിറല് പൂണ്ടുകൊണ്ടാണ് ഇപ്പൊ CPM രാഹുൽ ഗാന്ധി എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരാള് ഒരു കേരളത്തിൽ നിന്ന് കിട്ടിയാൽ ഞാനും നിങ്ങളടക്കമുള്ള കേരളക്കാർ അതിനെ അഭിമാനിക്കാൻ വേണ്ട, അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ട. ശരി, മസ്കറ്റിൽ നിന്നും അബു എന്ന പ്രേക്ഷകൻ. വയനാട് നിന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, സാജിദ്. രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി അല്ലേ? എന്താണ് സംഭവിക്കുക എന്നാണ് കരുതുന്നത്? ഇവിടെ വയനാട് മത്സരിക്കാനുള്ള ഒരു സാധ്യത താങ്കൾ ഈ നിമിഷത്തിലും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ കൂടി കേരളത്തിലെ നേതാക്കൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്, പ്രതികരണങ്ങൾ, അതിനെല്ലാം ഏത് തരത്തിലാണ് കാണുന്നത്? രാഹുൽ ഗാന്ധി ഒരിക്കലും വരില്ല. കാണുന്നില്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇവിടെ ഈ കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ സ്വീകരിച്ച നിലപാട്, അവരുടെ പ്രതികരണങ്ങൾ, അതെല്ലാം ഇനി മൊത്തത്തിൽ വയനാട് വിനയായി മാറും. കേരളത്തിൽ ഏതെങ്കിലും നിലക്ക് UDF-നെ രക്ഷപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ വരവുകൊണ്ട് സാധിക്കുക എന്നുള്ളൊരു പരിശ്രമം മാത്രമാണ് അവർ നടത്തിയിട്ടുള്ളത്. ആ പരിശ്രമം വിജയിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം UP ഇതിന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ കോൺഗ്രസ് എന്ന് പരാജയം നേരിടുന്നോ അന്നൊക്കെ ദക്ഷിണേന്ത്യ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം അതാണ്, സോണിയാഗാന്ധിയുടെ ചരിത്രം അതാണ്. ആ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് തോറ്റിട്ടുണ്ട്, മറ്റു പാർട്ടികൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ തകർച്ചയാണ്, കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ തോറ്റു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇങ്ങോട്ട് വരുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. പാലക്കാട് നിന്ന് സെയ്ദ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. സെയ്ദ്, താങ്കളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? സെയ്ദ്, കേൾക്കാമോ? ശരി സാർ, ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? സാർ, അതെ, ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതോടൊപ്പം കേരളത്തിൽ വരാൻ പാങ്ങില്ലായിരുന്നു. എന്താ പറഞ്ഞാല് കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കുന്നത് വന്നിട്ട് BJP സർക്കാരിനെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒഴിച്ചു മാറ്റണം എന്നുള്ളതാണ്. അതിലെ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ BJP-നെ എതിർക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒറീസയിലോ UP-യിലോ മറ്റുള്ള സംസ്ഥാനങ്ങളില് അവിടെയാണ് മത്സരിക്കേണ്ടത്. ആയില്ലേ? ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായി BJP-നെ എതിർത്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ BJP ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? സെയ്ദ്, കേൾക്കാമോ? ഇവിടെ BJP ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അമേഠിയിൽ അദ്ദേഹത്തിന് ഭയമാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അവര് ഉയർത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവർ ഉയർത്തിയിട്ട് 5 കൊല്ലം ഇവിടെ ഭരിച്ചല്ലോ. ഈ രാജ്യം എന്തായി? ഇവിടുത്തെ കർഷകരുടെ കാര്യങ്ങൾ, പൊതുജനങ്ങളുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ബദൽ സർക്കാർ ഇന്ത്യയിൽ വരണം എന്നുള്ളതാണ്. BJP-നെ ഒറ്റപ്പെടുത്തുക, BJP-യെ തുടച്ചു മാറ്റുക. പാലക്കാട് നിന്ന് സയ്യിദ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഏവരും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയ കേരള നേതാക്കളെല്ലാം പ്രതിസന്ധിയിലായി അകപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി
ചർച്ച ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.